ഹായ് ഹലോ വെൽക്കം വെൽക്കം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വെരി 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 ഗുഡ് ഈവനിങ്. അപ്പൊ എന്റെ മക്കളെല്ലാവരും നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്, എനർജറ്റിക് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ? യെസ്. അപ്പൊ മിസ് പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കാമെങ്കിലും ടാറ്റ അടിച്ചേടാ. യെസ്, പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓൾറെഡി എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ച ഒരു ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ച ഒരു കവിതയെ പറ്റിയിട്ടാണ് നമ്മൾ അതിന്റെ കുറച്ച് ആക്ടിവിറ്റീസും അതിനെ കുറിച്ചുള്ള കുഞ്ഞു 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 ക്വസ്റ്റ്യൻസ് എല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? പഠിക്കാൻ ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ചായയെല്ലാം കുടിച്ച് സമാധാനമായിട്ട് ഇരുന്ന് ക്ലാസ് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ മിസ് പറയുന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സിന് എന്ത് മനസ്സിലാവും? എന്റെ കുഞ്ഞുങ്ങൾക്ക് പാഠഭാഗം ഓക്കെ ആണെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഡൺ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് നോക്കാൻ പോകുന്നത് പാനി എന്ന് പേരുള്ള, വെള്ളം എന്ന് പേരുള്ള ത്രിലോക്സിൻ ഠകുരേല എഴുതിയിരിക്കുന്ന കവിതയുടെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്കറിയാം പാനിയിൽ എന്ന് പറയുന്നത് തന്നെ മനസ്സിലാവും. പാനി എന്താണ്? പാനിയിലെ ഇതൊക്കെ തന്നെയാണ് പാനി, വെള്ളമാണ്. അപ്പോ വെള്ളത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ പാഠഭാഗത്തിൽ ആ കുഞ്ഞു കവിതയിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നതിന് മുൻപ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? അറിയാവുന്നവർ എന്ത് ചെയ്യാം? നമ്മളുടെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് ഉത്തരം ഇട്ടിട്ട് പോവാം. ഓക്കെ അല്ലേ? ഡൺ അല്ലേ? യെസ്, പെർഫെക്റ്റ്. നമുക്ക് നോക്കാം. ബൂന്ത് കിസ്സേ ബനത്തി ഹെ. കവിതയിൽ പറയുന്നുണ്ട് ബൂന്ത് വെള്ളത്തുള്ളി. ബൂന്ത് എന്ന് പറഞ്ഞാല് വെള്ളത്തുള്ളി. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ്? കിസ്സേ എന്തിനാലാണ് ബനത്തി ഹെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഒന്നാമത്തെ ഓപ്ഷൻ ആഗ് എന്നാണ്. ആഗ് എന്ന് പറഞ്ഞാല് ഫയർ എന്നാണ്. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, ഹവ എന്നാണ്. ഹവ എന്ന് പറഞ്ഞാല് വിൻഡ് എന്നാണ്. പിന്നെ നോക്ക്, നമ്മളുടെ പാനി എന്നാണ്, വാട്ടർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, ബൂന്ത് ഒരു ഡ്രോപ്പ് എന്തിൽ നിന്നാണ് കിസ്സേ എന്തിനാലാണ് വനത്തിഹെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ഉണ്ടാക്കിയിരിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, 1 ആണോ 2 ആണോ 3 ആണോ? വേഗം പറഞ്ഞേടാ. 1 ആണോ 2 ആണോ 3 ആണോ? പോരട്ടെ. യെസ്. വെരി ഗുഡ്, പെർഫെക്റ്റ്. നമ്മളെ പാഠഭാഗത്തിന്റെ പേര് പോലെ തന്നെയാണ് നമ്മളുടെ ഉത്തരം. യെസ്, പാനി തന്നെയാണ് കേട്ടോ. കറക്റ്റ് ആണ്. എല്ലാവരും പാനി 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 എന്നൊക്കെ ഇടുന്നുണ്ട്. വാട്ടർ ഡ്രോപ്സിന്റെ എന്താണ് സ്റ്റിക്കർ എല്ലാം മിസ് കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ് ആണ് കേട്ടോ. ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. ബൂന്ത് കിസ്സേ ബനത്തിഹെ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? യെസ്, പാനി തന്നെയാണ്. ഗുഡ്. അടുത്ത നോക്കാം. നഭമേ പാനിക്ക് ഗാഗർ ലേക്കർ കോൻ ദൗഡത്തി ഹെ. ഒന്നുകൂടി വായിക്കാം. നഭമേ പാനിക്ക് ഗാഗർ ലേക്കർ കോൻ ദൗഡത്തി ഹെ, ദൗഡത്താ ഹെ എന്നാണ് ചോദ്യം. നഭമേ, നഭ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശമാണ്, സ്കൈ ആണ്. അപ്പൊ സ്കൈയിൽ, നഭമേം ആകാശത്തിൽ. പാനിക്ക് ഗാഗർ, പാനി എന്ന് വെച്ചാൽ നമുക്കറിയാം വെള്ളമാണ്. പാനിക്ക് വെള്ളത്തിന്റെ, ഗാഗർ ലേക്കർ, ഗാഗർ എന്ന് പറഞ്ഞാൽ കുടം, ഒരു കുഞ്ഞു പോട്ട് എന്നൊക്കെ പറയും. ഗാഗർ എന്ന് പറഞ്ഞാല് പോട്ടാണ്. അപ്പൊ ഗാഗർ ലേക്കർ കോൺ ദൗഡത്താ ഹെ. ആരാണ്? കോൺ എന്ന് പറഞ്ഞാല് ആരാണ്? ഹു. ദൗഡത്താ ഹെ ഓടുന്നത്. ആരാണ്? ആകാശത്തില് എന്താണ് വെള്ളത്തിന്റെ ആ ഒരു കുഞ്ഞു കുടമായിട്ട് ഓടി നടക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് കാണിച്ചേടാ. യെസ്, ഗുഡ്. അപ്പൊ നോക്ക്, ഒന്നാമത്തെ ഓപ്ഷൻ ബാദൽ എന്നാണ്, രണ്ടാമത്തെ ഓപ്ഷൻ പേട് എന്നാണ്, മൂന്നാമത്തെ ഓപ്ഷൻ ഹവ എന്നാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലൗഡ് ആണ്. ബാദൽ എന്ന് പറഞ്ഞാല് ക്ലൗഡ് ആണ്. ഓക്കെ, അപ്പൊ ക്ലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പേട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ പേട് എന്ന് പറഞ്ഞാൽ? എന്താണ് എല്ലാവരും പറഞ്ഞത്? പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ട്രീ ആണല്ലേ? എനിക്കറിയാം മിസ്സേ, ട്രീ ആണ്, എനിക്കറിയാം. ഓക്കെ, ഗുഡ്. അപ്പോ ഹവ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷനിൽ വന്നിരുന്നു. ഹവ എന്താണ്? ഹവ യെസ്, വിൻഡ് ആണ്. ഗുഡ്. അപ്പോ ചോദ്യം ഒന്നുകൂടെ നോക്കിയേ. നഭമേം പാനിക്ക് ഗാഗറിലേക്ക് കൗണിതവിടുത്താഹെ, ആരാണ് ഓടുന്നത് എന്നാണ് ചോദ്യം. 1 ആണോ 2 ആണോ 3 ആണോ? ബാദലാണോ പേടാണോ ഹവയാണോ? വേഗം തന്നെ കമന്റ് ബോക്സിൽ ഇട്ടേടാ. യെസ്, ഗുഡ്. നമ്മൾ പാഠഭാഗം പഠിച്ചതാണ്, നമുക്കറിയാം. യെസ്, ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ തന്നെയാണ് ദ ബെസ്റ്റ് ആൻസർ. എന്താണ്? ബാദൽ തന്നെയാണ് ആൻസർ. ബാദൽ, ക്ലൗഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണ്, ഗുഡ് ആണ്, പെർഫെക്റ്റ് ആണ്. അപ്പോ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. സെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ? 2 ചോദ്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് പറ്റാൻ ചെയ്യും. യെസ്, ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. നദി ഝർനെ ഓർ നാലെ കിസ്സേ ബഹത്തെ ഹെ. ചോദ്യം ഇതാണ്. നദി, നമ്മളുടെ നദി എന്താണ്? റിവർ. ഓക്കെ, നദി, റിവർ. പിന്നെ എന്താണ്? ഝർണ. ഝർണ എന്ന് പറഞ്ഞാൽ സ്ട്രീംസ് ഇല്ലേ, അരുവികളില്ലേ? സ്ട്രീംസ് അല്ലെങ്കിൽ അരുവികൾ എന്നെല്ലാം പറയും.
സ്ട്രീംസ് ഔർ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന അർത്ഥം വരുന്നത് കൂടാതെ എന്ന് പറയുന്ന അർത്ഥം കേട്ടോ വരുന്നത്. അപ്പൊ നോക്ക് നാലെ എന്ന് പറഞ്ഞാൽ തോടുകളില്ലേ, കുഞ്ഞു കുഞ്ഞു കനാലുകളില്ലേ, അതെല്ലാമാണ് നാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്ക് നദി ഝർണെ നാലെ, അതായത് നദി, നമ്മളുടെ ഝർണ സ്ട്രീം അരുവികള്, പിന്നെ നാല് എന്താണ് തോടുകള്. കിസ്സെ ബഹത്തെ ഹെ, എന്തിനാലാണ് ബഹത്തെ ഹെ ഫ്ലോ ചെയ്യുന്നത്. ബഹത്തെ എന്ന് പറഞ്ഞാൽ ഫ്ലോ എന്നാണ് കേട്ടോ മീനിങ് വരാ. എന്തിനാലാണ് ഫ്ലോ ചെയ്യുന്നത്, ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്തിനാലാണ് ഫ്ലോ ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞേടാ. കമന്റ് ബോക്സിൽ ഇട്ടോളൂ, മിസ്സിന് കാണുന്നുണ്ട്. യെസ്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നമ്മളുടെ പാനീസെ ബഹത്തെ ഹെ ശരിയാണ് കേട്ടോ, പാനീസെ. അപ്പൊ നിങ്ങൾക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് വൺ വേർഡ് ആണ് അറിയുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ ഉത്തരം എഴുതുന്ന രീതിയാണ് മിസ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വേർഡ് നമ്മളെ ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ വേർഡിന് പകരം എന്റെ കുഞ്ഞുങ്ങളുടെ വൺ വേർഡ് ആൻസർ അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ മിസ് പറഞ്ഞുതരാം. നോക്ക്, നമ്മളെ ക്വസ്റ്റ്യൻ വേർഡ് കിസ്സെ എന്തിനാലാണെന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് ആണല്ലോ. അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യണം, നമ്മൾ ഉത്തരമായിട്ടുള്ള പാനി അവിടെ ഇട്ട് കൊടുക്കണം, ഇയാളുടെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പൊ നോക്ക്, നദി ഝർണെ और नाले പാനി. നമ്മൾ ഉത്തരം കിസ്സേന് പകരം എന്ത് തരണം, പാനീസെ എന്നിട്ട് കൊടുക്കണം. കിസ്സയ്ക്ക് പകരം പാനീസെ എന്നിട്ട് കൊടുക്കണം. കിസ്സെ എന്നുള്ളത് യെസ് പാനീസെ എന്നിട്ട് കൊടുക്കണം. പാനീസെ ബഹത്തെ ഹെ എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരം അവസാനിപ്പിക്കാം. ഓക്കെ ആണോ? ഇങ്ങനെയാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് വൺ വേർഡ് മാത്രം ഉത്തരം അറിയുള്ളൂ എന്നെങ്കിൽ ഈ ക്വസ്റ്റ്യന് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡിന് പകരം എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, ആ വൺ വേർഡ് അവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. ഒരു സെന്റൻസ് ആക്കി ആൻസർ ചെയ്യുന്ന രീതിയാണ് കേട്ടോ മിസ് പറഞ്ഞത്. ഓക്കെ ആണോ? ഗുഡ് ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്, പെർഫെക്റ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കാം. കിസ്കി ബച്ചത്ത് കർണി ഹെ. കിസ്കി എന്തിന്റെ, കിസ് എന്ന് വെച്ചാൽ എന്ത്. അപ്പൊ കിസ്കി എന്തിന്റെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ബച്ചത്ത് കർണി ഹെ, എന്തിനെയാണ് ബച്ചത്ത് സംരക്ഷിക്കേണ്ടത്. ബച്ചത്ത് എന്ന് പറഞ്ഞാൽ സേവ് എന്നാണ് അർത്ഥം വരാ. എന്തിനെയാണ് ബച്ചത്ത് കർണി ഹെ, എന്താണ് സേവ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ പാഠഭാഗം പഠിച്ചപ്പോ കവി നമ്മളോട് എന്തിനെ രക്ഷിക്കണം എന്നാ പറഞ്ഞത്, എന്തിനെ രക്ഷിക്കുന്ന പറഞ്ഞത്, എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേ. യെസ്, നമ്മളെ യെസ് സേവ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. യെസ്, ഗുഡ്. സേവ് വാട്ടർ ശരിയാണ്, എല്ലാം ശരിയാണ്. അതൊന്ന് ഹിന്ദിയിൽ പറഞ്ഞേ, ഒന്ന് ഹിന്ദി എല്ലാവരും ഇട്ടേ. യെസ്, പാനിക്കോ. യെസ്, ഗുഡ്. പെർഫെക്റ്റ് ആണ്, ഒരു സംശയമില്ല, പെർഫെക്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, വൺ വേർഡ് ആണ് നമുക്ക് ഉത്തരം അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തിന്റെ സ്ഥാനത്താണ് നമ്മൾ ആ വൺ വേർഡ് ഇട്ട് കൊടുക്കേണ്ടത്? യെസ്, ക്വസ്റ്റ്യൻ വേർഡിന്റെ സ്ഥാനത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, കിസ് കി എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കണം, നമ്മളുടെ പാനി ഇട്ട് കൊടുക്കണം. ഗുഡ്. അപ്പോ പാനി, ഓക്കെ, പാനിക്ക് ബച്ചത്ത് കർണി ഹെ, പാനീനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മള് എന്ത് ചെയ്യണം, ആ ഉത്തരം എഴുതി കൊടുത്താൽ മതിയാവും. ഓക്കെ ആണല്ലോ? ഗുഡ് അല്ലേ? യെസ്. അങ്ങനെയാണ് കേട്ടോ സെന്റൻസ് ആക്കി. വൺ വേർഡിൽ മാത്രം ഉത്തരം അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ സെന്റൻസ് ആക്കി ഉത്തരം എഴുതുന്ന രീതിയാണ് കേട്ടോ മിസ് പറഞ്ഞത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് എഴുതി പോകുന്നത്. അപ്പോ സിമ്പിൾ ട്രിക്ക് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ ആൻസർ ശരിയാവും നമുക്ക്. ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഹാപ്പി അല്ലേ? എഴുതുന്ന രീതി മനസ്സിലായല്ലോ? ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജഗ് കൈസെ സുന്ദർ ബനതാ ഹെ. ജഗ് എന്ന് പറഞ്ഞാല് ലോകം. ജഗ് എന്ന് പറഞ്ഞാല് ലോകം ട്ടോ, വേൾഡ് ആണ് ട്ടോ. അപ്പൊ വേൾഡ് കൈസെ എങ്ങനെയാണ്, കൈസെ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്, ഹൗ കേട്ടോ, ഹൗ എന്നാണ് മീനിങ് വരാ. ജഗ് കൈസെ സുന്ദർ ബനതാ ഹെ, കൈസെ സുന്ദർ ബനതാ ഹെ, എങ്ങനെയാണ് ലോകം സുന്ദരമായി മാറുന്നത്, ബനതാ ഹെ ഉണ്ടാവുന്നത്, ആവുന്നത്, എങ്ങനെയാണ് ലോകം സുന്ദരമാവുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം. ചോദ്യം ക്ലിയർ അല്ലേ? എങ്ങനെയാണ് എന്റെ കുഞ്ഞുങ്ങളെ നമ്മളെ ലോകം സുന്ദരമാകുന്നത്? എല്ലാരും ഒന്ന് പറഞ്ഞേ, എല്ലാരും കമന്റ് ബോക്സിൽ ഇട്ടേ നോക്കട്ടെ. യെസ്, ജഗ് സുന്ദർ ബനയ്ക്ക് എന്ത് ചെയ്യണം നമ്മള്? യെസ്, കറക്റ്റ് ആൻസർ ആണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണതേ. പാനി സേഹി, നമ്മളെ വെള്ളം കൊണ്ട് തന്നെയാണ്. നോക്ക്, പാനി സേഹി ഇസ് ജഗ്, നമ്മളുടെ ഈ ലോകം വെള്ളം കൊണ്ട് തന്നെയാണ്. നമ്മളുടെ ഇസ് എന്ന് പറഞ്ഞാൽ ഈ ജഗ് ലോകം, സബ്ക ജഗ്മേ സബ്ക ജീവൻ സുന്ദർ ബനതാ ഹെ, ഈ ലോകത്തുള്ള എല്ലാവരുടെയും ജീവിതം, ജീവൻ സുന്ദരമാവാൻ വേണ്ടിയിട്ട്, ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? യെസ്, നമ്മളുടെ ഈ കവിതയുടെ പേരായിട്ടുള്ള, നമ്മൾ ഈ കവിതയിൽ പഠിക്കുന്ന ആളായിട്ടുള്ള നമ്മുടെ പാനി കൊണ്ട് തന്നെയാണ്, വെള്ളം കൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും ലൈഫ് എന്താവുന്നത്? ബ്യൂട്ടിഫുൾ ആവുന്നത്. പെർഫെക്റ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ?
ഓക്കെ അല്ലേ? എന്റെ കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു എനർജി എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ സ്ട്രെച്ച് ഒക്കെ ചെയ്യാനായിട്ട് ഇടയ്ക്ക് സ്ട്രെച്ച് ഒക്കെ ചെയ്യണം. അങ്ങനെ തന്നെ ഇരുന്ന് പോകരുത്, ഇടയ്ക്ക് സ്ട്രെച്ച് ഒക്കെ ചെയ്യുക. എന്നിട്ട് ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് വെള്ളം എല്ലാം കുടിച്ചിട്ട് വേണം ക്ലാസ് കേൾക്കാൻ. ഓക്കെ, യെസ്, ഗുഡ്. നമുക്ക് നോക്കാം ചിത്ര ദേക്കാം. അതേ നോക്കൂ, നമ്മൾ വേഗം എന്ത് ചെയ്യാണ്? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിലേക്ക് പോകണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം. നമ്മളുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താ നമ്മൾ ന്യൂട്ടൺസിന്റെ മെറ്റീരിയൽ കൃത്യമായിട്ട് തന്നെ ആൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? അതും കൃത്യമായിട്ട് തന്നെ വായിക്കാം. ഓക്കെ, ദേ ആക്ടിവിറ്റീസിലേക്ക് പോവാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ ഓക്കെ, ഡൺ. അപ്പൊ നോക്ക്, ചിത്ര ദേഖേം, ചിത്രം, ചിത്രം പിക്ചർ, ദേഖേം നോക്കൂ, ദേഖേം എന്ന് പറഞ്ഞാൽ നോക്കൂ. കവിതാസേ, കവിതയിൽ നിന്ന്, കവിതാസേ കവിതയിൽ നിന്ന്, സമാനാശയവാലി സമാനമായിട്ടുള്ള ഒരുപോലുള്ള ആശയമുള്ള, പങ്ക്തിയാം, പങ്ക്തിയാം എന്താണ്? വരികളാണ്, ലൈൻസ് ആണ് കേട്ടോ. പങ്ക്തിയാം ജോഡേ, മാച്ച് ചെയ്യൂ, മാച്ച് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ ചിത്രം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കവിതയിലത്തെ വരികള് അതായിട്ട് മാച്ച് ചെയ്യുന്ന, ആ പിക്ചറായിട്ട് മാച്ച് ചെയ്യുന്ന ആ വരികൾ ഒന്ന് ഇട്ട് കൊടുക്കാനാണ്, മാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിക്ചേഴ്സ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാക്ട് പിക്ചേഴ്സ് അല്ല, മിസ് കുറച്ച് അതൊന്ന് എന്താണ് കുറച്ചൊന്ന് ഭംഗി കൂട്ടിയെന്നല്ല, ആർട്ടിസ്റ്റിന്റെ മിസ് ഒന്നും പറയുന്നില്ല. പക്ഷെ എന്താണ് കുറച്ചും കൂടി എന്താണ് പ്ലീസിങ് ആയിട്ട് ആക്കിയിട്ടാണ്. അപ്പൊ സിമിലർ ആണ്, ഒരു സിമിലർ പിക്ചറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ദേ ഈ പിക്ചർ നോക്കിയേ. ഈ കാണുന്ന പിക്ചറിൽ എന്തെല്ലാമാണ് എന്റെ കുഞ്ഞിൽ കാണുന്നത്? എല്ലാവരും പറഞ്ഞടാ, എന്താ കാണുന്നുണ്ട്? കമന്റ് ബോക്സിൽ ഇട്ടേ. യെസ്, പേരുണ്ട്, ഗഡ്. നമ്മളുടെ നാലെ നദി അല്ലെങ്കിൽ എന്താ നമ്മളുടെ ഝർണയുണ്ട്, ഗഡ്. യെസ്, അപ്പൊ ഝർണ, വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട് അല്ലെ? ഗഡ്, പെർഫെക്റ്റ്. അപ്പൊ എന്താണ്? സ്ട്രീംസ് എല്ലാം ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? ആ ഝർണയെല്ലാം വരുന്ന വരികളായിരിക്കില്ലേ? ശരിയാണ്. യെസ്, ശരിയാണ്, ശരിയാണ്. ഉത്തരം ശരിയാണ്. അതേ നോക്ക്, നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ 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 ശരിയാണ്. പാനി സേ ഹി ബഹത്തെ ജർനെ നദിയാം നാലെ ബഹത്തെ. ഈ വരിയാണ്ട് ആൻസർ. പാനി സേ ഹി വെള്ളം കൊണ്ട് തന്നെയാണ്, ബഹത്തെ ഒഴുകുന്നത്, ഝർണെ നമ്മളുടെ ഈ കാണുന്ന ഝർണെ സ്ട്രീംസ്, നദിയാം ഈ നദികള്, പിന്നെന്താണ്? നാലെ നമ്മളുടെ അരുവികൾ അല്ലെങ്കിൽ എന്താ കനാലുകളെല്ലാം, ബഹത്തെ ഒഴുകുന്നത്. അപ്പൊ ഇതാണ് ആൻസർ വരിക. അപ്പൊ പിക്ചർ നല്ല പോലെ വായിച്ചിട്ട് എന്റെ കുഞ്ഞുങ്ങൾ തന്നെ പറഞ്ഞ ആൻസർ ആണ് അത്. അതായത് എന്താ? നമ്മളെ സ്ട്രീംസ് ഉണ്ട്, നദികളുണ്ട്, ഇവരെല്ലാം എന്താണ്? ബഹത്തെ ഒഴുകുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒഴുകുന്ന പിക്ചറാണ് കാണുന്നത്. അപ്പോ ആ വരി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഗുഡ് ആണ് ട്ടോ, പെർഫെക്റ്റ് ആണ് ട്ടോ, ഒരു സംശയം വേണ്ട കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം, അല്ലെങ്കിൽ അടുത്ത പിക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ദേ നോക്കിയേ, ഈ പിക്ചർ ഒന്ന് നോക്കിയേ. എന്താ കാണുന്നേ? വയലുകൾ കാണുന്നുണ്ട്. യെസ്, റൈസ് ഫീൽഡ്സ് എന്നൊക്കെ പറയുന്നത്, റൈസ് ഫീൽഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ എന്താണ്? വയലുകളാണ്, ഉപവൻ, വൻ ഉപവൻ. യെസ്, ഗുഡ് ഗുഡ്. ആ വരി തന്നെയാണ്, പെർഫെക്റ്റ് ആണ്, ആ വരി തന്നെയാണ് കറക്റ്റ് ആൻസർ. നോക്ക്, ഉത്തരം പറഞ്ഞ ആൾക്കാർ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, മിസ്സും ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നോക്കാം, ദേ വരികൾ നോക്കാം. പാനി ഒസേ ഹി ഫസലെ ഉഗത്തി ഹർവൻ ഉപവൻ ഫൽത്ത. അപ്പൊ നോക്ക്, പാനി ഉസേഹി, പാനി സേഹി ട്ടോ, പാനി സേഹി വെള്ളം കൊണ്ട് തന്നെയാണ്, ഫസലെ, ഫസലെ എന്നാണ് പറഞ്ഞത്. ഫസലെ എന്താണ്? നമ്മളുടെ ഫസൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ്? നമ്മളുടെ ഈ ഒരു പാഡി ഫീൽഡും, പിന്നെന്താണ്? ഉഗത്തി, ഫസലെ ഉഗത്തി, അവരെന്താണ്? വളരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഹർവൻ ഉപവൻ ഫലത്ത, എല്ലാ വനങ്ങളും ഉപവനങ്ങളെല്ലാം എന്താണ്? ഫലിത്ത, അതിങ്ങനെ വിരിഞ്ഞ് വിളഞ്ഞു നിൽക്കുന്ന, ഫലിത്ത എന്ന് പറഞ്ഞാൽ വിളഞ്ഞു നിൽക്കുക കേട്ടോ, വിളഞ്ഞു നിൽക്കുക. ഓക്കെ, അതെല്ലാം വിളഞ്ഞു നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെ. അപ്പൊ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. പാനി സേഹി ഫസലെ, ഫസലെ എന്നുള്ളൂ കേട്ടോ. ഫസലെ ഉഗത്തി ഹറുവൻ ഉപവൻ ഫലത്ത, വെള്ളം കൊണ്ട് തന്നെയാണ് എല്ലാ ഫസലെ എന്താണ്? നമ്മളുടെ ഈ കൃഷി നെൽപ്പാടങ്ങളും ഇങ്ങനെ വിരിഞ്ഞു വിളഞ്ഞു നിൽക്കുന്നത്, എല്ലാം നമ്മളുടെ ഉപവൻ അല്ലെങ്കിൽ ഗാർഡൻസ് എല്ലാം പൂത്തു നിൽക്കുന്നതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് തന്നെയാണ്? നമ്മളെ പോരട്ടെ. യെസ്, പാനി സേഹി, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി ആണ്. അപ്പൊ നല്ല പോലെ തന്നെ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ, അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, പടേ ഓർ ഭരേം, വായിക്കൂ എന്നിട്ട് ഫിൽ ചെയ്യൂ. ഭരേം എന്ന് പറഞ്ഞാൽ ഫിൽ എന്നാണ് കേട്ടോ, ഫിൽ എന്നാണ് അർത്ഥം വരാം. അപ്പൊ നോക്ക്, അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു എന്താണ് ഒരു പോട്ട് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് ലീവ്സ് ഉണ്ട്, അതിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അപ്പൊ നോക്ക്, ഝർണെ മേലെ കൊടുത്തിരിക്കുകയാണ്, ഝർണെ നാലെ ബഹത്തെ താൽ തലയ്യ ഭരജാത്തെ ഗാഗർ ഭരജാത്തി എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ
ഇവിടെ നോക്കൂ, ഇവിടെ താഴെ നോക്കൂ, പാനീസെ. അപ്പൊ ഫില്ല് ചെയ്യാനാണ്, വായിച്ചിട്ട് ഫില്ല് ചെയ്യാണ്. അപ്പൊ പാനീസെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത് വായിക്കുമ്പോ എന്താണ്, ആ ഒരു സെന്റൻസ് ആക്കി മാറ്റാനാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ ആണോ? അപ്പൊ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞിടാ, വേഗം കമന്റ് ബോക്സിൽ ഇട്ടെ. ഞാൻ ഇവിടെ എഴുതാം പാനീസെ. ഓക്കെ, പാനീസെ. നിങ്ങൾ പോരട്ടെ. യെസ്, പാനി സെ झरने बहते हैं. ഗുഡ്. പാനി സെ झरने बहते हैं. ഗുഡ്, പെർഫെക്റ്റ്. അതുപോലെ ഓരോന്നും പോരട്ടെ. പാനി സെ ഹി झरने बहते हैं. ഗുഡ്, പോരട്ടെ. പാനി സെ നാലെ ബഹത്തെ ഹെ. ശരിയാണ്, പെർഫെക്റ്റ്. അപ്പൊ നോക്ക്, അടുത്ത് നോക്കി, താൽ തലയ്യ ഭർ ജാത്തെ. എന്ത് വരും? പാനി സെ ഹി താൽ തലയ്യ ഭർ ജാത്തെ. പെർഫെക്റ്റ് ആണ്, ഗുഡ് ആണ്. ഇത് ലാസ്റ്റ് കൂടെ പറഞ്ഞടാ, ഗാഗർ ഭർ ജാത്തി. അതെന്ത് വരും? പാനി സെ ഹി ഗാഗർ ഭർ ജാത്തി ഹെ. ഗുഡ്. അപ്പൊ പെർഫെക്റ്റ് ആണ്. അപ്പൊ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോ ഇയാളുടെ കൂടെ ഇവരെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഈസിയസ്റ്റ് ആക്ടിവിറ്റി ആണ്, ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം മിസ് കാണിച്ചു തരാം. ദേ നോക്ക്, പാനി സെ താൽ തലയ്യ ഭർ ജാത്തെ ഹെ. കവിതയുടെ ആശയവും അത് തന്നെയാണ് വരിക. കവിതാക്കി ആശയം കവിതയുടെ ആശയവും ഇത് തന്നെയാണ് വരിക. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഈ ഒരു പോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കവിതയുടെ ആശയം നമുക്ക് ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? ഗുഡ്. അപ്പൊ നോക്കാം, മിസ് വായിച്ചു തരാം. പാനി സെ താൽ തലയ്യ ഭർ ജാത്തി ഹെ. നോക്ക്, ജാത്തെ ഹെ അതായത് എന്താ? വെള്ളം കൊണ്ട് തന്നെയാണ്. താൽ തലയ്യ എന്താണ്? പോൺസ്, കുഞ്ഞു കുളങ്ങളെല്ലാം അല്ലെ, പോൺസ് കേട്ടോ, കുളങ്ങളൊക്കെയാണ്. ഭർ ജാത്തെ ഹെ നിറയുന്നത്. ഭർന നിറയ, ഫില്ലാവുക. ഭർന നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, പടയും ഓർ ഭരയും. ആ ഭരയാണ് കേട്ടോ ഇവിടുത്തെ ഭര. അപ്പൊ നോക്ക്, പാനി സെ ഹി झरने बहते हैं. പാനി സെ വെള്ളം കൊണ്ട് തന്നെയാണ്. झरने बहते हैं എന്താണ്? നമ്മളുടെ സ്ട്രീംസ് ബഹത്തെ ഹെ ഒഴുകുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, പാനി സെ ഹി നാലെ ബഹത്തെ ഹെ വെള്ളം കൊണ്ട് തന്നെയാണ് എന്ത്? നാലെ ബഹത്തെ ഹെ. നാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുഞ്ഞു കുഞ്ഞു കനാലുകൾ, തോടുകളെല്ലാം ഒഴുകുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നാലാമത്തെ വായിച്ചു നോക്കാം. പാനി സെ ഗാഗർ ഭർ ജാത്തി ഹെ. വെള്ളം കൊണ്ട് തന്നെയാണ് ഗാഗർ. എന്താണ്? നമ്മളുടെ ആ ഒരു കുഞ്ഞു സ്മോൾ പോട്ടാണ് കേട്ടോ, ഗാഗർ എന്ന് പറഞ്ഞാൽ പോട്ടാണ്. ആ പോട്ടും ഭർ ജാത്തി ഹെ നിറയുന്നതും. പാനി സെ ഹി ജീവൻ ഹെ. വെരി ഇമ്പോർട്ടന്റ് വരികളാണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ വരി പഠിച്ചു വെച്ചേക്കണം. പാനി സെ ഹി ജീവൻ ഹെ. വെള്ളം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത്? ജീവൻ ഉള്ളത്. വെള്ളമാണ് ജീവന്റെ ആധാരം എന്ന് പറയാണ്. ശരിയല്ലേ? വെള്ളം കുടിച്ചില്ലെങ്കിൽ ആവോ നമ്മള്? ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലെ? അപ്പൊ വെള്ളം എല്ലാത്തിന്റെയും ബേസിക് കാര്യമാണെന്ന് പറഞ്ഞാണ് നമ്മളുടെ കവിത അവസാനിക്കുന്നത്. അപ്പോ ഈ 5 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ്? എല്ലാവരും എന്താക്കി? നമ്മളുടെ ആശയം പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ? ഈ 5 പോയിന്റെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം മക്കളെ. നോക്കിയടാ, പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ. വെള്ളത്തിന്റെ മഹത്വ, അതിന്റെ ഇമ്പോർട്ടൻസ്. മഹത്വം എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് എന്തുണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്? ഒരു പോസ്റ്റർ ഉണ്ടാക്കൂ. പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു ബോക്സ് എന്തായാലും വേണം. ഒരു ബോക്സ് വേണം. അതിന് മാർക്കൊക്കെ ഉണ്ട്. ബോക്സ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ മാർക്കൊക്കെ ഉണ്ട്. പിന്നെ വെള്ളമാണല്ലേ, വെള്ളത്തുള്ളിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. വെള്ളത്തുള്ളിലേക്ക് വരയ്ക്കണം. പിന്നെന്താ? ആ വെള്ളത്തിനെ പറ്റി 2 വാക്ക് എഴുതണം. നമ്മള് നേരത്തെ പഠിച്ച ഒരു പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. പാനി സെ ഹി ജീവൻ ഹെ എന്ന് വെള്ളത്തെ പറ്റി എഴുതി കഴിഞ്ഞാല് നമുക്ക് യെസ്, ആ മാർക്ക് സെറ്റ് ആണ്. ഒരു ബോക്സ് ഒക്കെ വരച്ച് വെള്ളത്തുള്ളിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ സെറ്റ് ആണ് കേട്ടോ. പോസ്റ്റർ ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്. മറക്കരുത്, ബോക്സ് വരയ്ക്കുക, ഒരു കുഞ്ഞു പിക്ചറൊക്കെ കൊടുക്കുക. ആ വെള്ളത്തിനെ പറ്റിയിട്ട് എന്താണോ ടോപ്പിക് അതിനെ പറ്റിയിട്ട് ഏറ്റവും കുഞ്ഞു വേർഡ്സിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. നോക്കിയേ, പാനി അമൂല്യ ഹെ. പാനി സോറി ട്ടാ, പാനി അമൂല്യ ഹെ. അമൂല്യാണ്. എന്താണ്? നമ്മുടെ വളരെ പ്രഷ്യസ് ആണ്, വിലമതിക്കാനാവാത്തതാണ്, അമൂല്യമാണെന്നാണ് പറയാം. വെള്ളം അമൂല്യമാണ്, ജലം അമൂല്യമാണെന്ന് പറയാണ്. ഒരു വരി അങ്ങനെ. വേറെ വരി നോക്കാം. പാനി നഹി തോ ഹംബി നഹി. വെള്ളമില്ലെങ്കിൽ ഞങ്ങളുമില്ല. പാനി നഹി തോ വെള്ളമില്ലെങ്കിൽ ഹംബി നഹി ഞങ്ങളും ഇല്ല എന്ന് പറയാണ്. അടുത്ത വരികൾ നോക്കാം. ബച്ചത് കരോ പാനിക്ക്. പാനീനെ ബച്ചത് കരോ. പാനിക്ക് ബച്ചത് കരോ. ബച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സേവ് ചെയ്യുന്നു. നേരത്തെ പഠിച്ചു. കിസ്കി ബച്ചത് കർണി ഹെ എന്നുള്ള ചോദ്യത്തിൽ പഠിച്ചു അല്ലെ? ബച്ചത് എന്താണ്? സേവ് ചെയ്യുക എന്നാണ് വരുന്നത്. അപ്പൊ നോക്ക്, ബച്ചത് കരോ പാനിക്ക്. വെള്ളത്തിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? സേവ് ചെയ്യൂ. ഓക്കെ, പോസ്റ്റർ ആണ്. ബോക്സ് വരയ്ക്കണം കൃത്യമായിട്ട്. ഏറ്റവും സിംപിളസ്റ്റ് ലാംഗ്വേജിൽ
വെള്ളത്തിനെ പറ്റിയാണ് അങ്ങനെ, മിട്ടി മണ്ണിനെ പറ്റിയാണ് അങ്ങനെ, ഭൂമി അല്ലെങ്കിൽ ധർത്തിനെ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ? ഗുഡ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇയാളുടെയൊക്കെ സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ, ആദ്യമുള്ള ആ ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ആ വേർഡിന്റെ സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഭൂമി ഇട്ട് കഴിഞ്ഞാൽ ഭൂമി അമൂല്യ ഹെ, അല്ലെങ്കിൽ എന്താണ് മിട്ടി അമൂല്യ ഹെ, എന്താ മിട്ടി നഹി തോ ഹംബി നഹി ബച്ചത് കരോ മിട്ടിക്ക്. ഈ ആൾക്കാരെ മാറ്റി കൊടുത്താൽ മതി. ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ ആണോ? നിങ്ങളുടെ ആ ഒരു തന്നെ ട്രിക്ക് ഉപയോഗിക്കുക. ഓക്കെ, പെർഫെക്റ്റ്. അടുത്ത വരികൾ നോക്കാം. ഓക്കെ, പാനി നഷ്ട് മത് കരോ, ഇതിന് ഉപയോഗിക്കരുത് കേട്ടോ. പാനി നഷ്ട് മത് കരോ, അതായത് വെള്ളത്തെ നഷ്ടം അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് ചെയ്യരുത്. നഷ്ടം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ ഇതുപോലുള്ള പോസ്റ്റർ വന്നാൽ ഉറപ്പായിട്ട് നമ്മളുടെ ആനുവൽ എക്സാമിന് ഉറപ്പായിട്ടൊരു പോസ്റ്റർ എഴുതാൻ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ പഠിച്ചു വെച്ചിരിക്കുക, വേർഡ്സ് പഠിച്ചു വെച്ചിരിക്കുക. മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റീപ്ലേസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ബോക്സ് എല്ലാം വരച്ച് പടം എല്ലാം വരച്ചതേ ഇവിടെ പടങ്ങളുണ്ട്. അപ്പൊ നോക്ക്, അങ്ങനെ എല്ലാം വരച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, കുറച്ച് കാര്യം, ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി മിസ് ലാസ്റ്റ് പറയാനായിട്ടുണ്ട്. നോക്കിയേ, ഈ ചോദ്യം തുക്കാന ശബ്ദ ചുനിക്കൽ ലിഖേ നമ്മളുടെ മെയിൻ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തുക്കാന്ത് ശബ്ദ ചുരുക്കൽ ലിഖേ എന്നുള്ളത്. തുക്കാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈമിംഗ് വേർഡ്സ് ആണ്. നമ്മൾ ഇംഗ്ലീഷിന്റെ പോയത്തിലെല്ലാം കുഞ്ഞുങ്ങൾ എഴുതിയിട്ടുണ്ടാവും റൈമിംഗ് വേർഡ്സ്. പക്ഷേ ഹിന്ദിയിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ റൈമിംഗ് വേർഡ്സ് കേട്ടോ. അപ്പോ റൈമിംഗ് വേർഡ്സ് കൃത്യമായിട്ട് തന്നെ എഴുതാം. ഓക്കെ, തുക്കാന്ത് ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പൊ നോക്ക്, നമ്മളെ പാനി എന്ന് പറയുന്ന ആ ഒരു കവിതയുടെ 4 വരികൾ മിസ്സോട് കൊടുത്തിട്ടുണ്ട്. ആ വരികൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു നോക്കാം. ഒരേപോലെ അവസാനിക്കുന്ന റൈമിംഗ് വേർഡ്സ് എന്താണ്? ഒരേപോലെ അവസാനിക്കുന്ന വാക്കുകളെയാണ് എന്താണ് കവിതയുടെ അവസാനം വരുന്ന ഒരേപോലെ അവസാനിക്കുന്ന വാക്കുകളാണ് എന്ത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന 4 വരികൾ മിസ് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഈ റൈമിംഗ് വേർഡ്സ് വേഗം തന്നെ കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. पानी से हर बूंद बनी है, पानी का ही सागर है, नभ में बादल दौड़ लगाते भर पानी की गागर. നോക്കേ, ഒരുപോലെ അവസാനിക്കുന്ന ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വേർഡ്സ് കണ്ടുപിടിച്ച് എല്ലാവരും നോക്കിക്കേ. ഈസിയാണ്, ഈസിയസ്റ്റ് ആണ്. നോക്കിയേ, യെസ്, വെരി ഗുഡ്, പെർഫെക്റ്റ് ആണ്. സാഗറും ഗാഗറും, വെരി ഗുഡ്, കറക്റ്റ് അല്ലേ? സാഗർ ഓർ ഗാഗർ. അപ്പോ എഴുതാൻ പറയുമ്പോൾ ഇത് ചോദ്യം നമ്പർ 3 ആണെന്ന് വിചാരിക്കൂ. അപ്പോ 3 ഇടാം. എന്റെ കുഞ്ഞുങ്ങൾ എന്ത് എഴുതണം? സാഗർ ഗാഗർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ്. അടുത്തൊരു ചോദ്യം കൂടി തരാം, നോക്കട്ടെ. ഓക്കെ, നോക്കാം. ഇതിന്റെ തുക്കാന്ന് ശബ്ദം ചുൻകർ ലിഖേ. ഓക്കെ, കണ്ടുപിടിക്കാം കേട്ടാ. ശരിയാണ്. ഇതുപോലെ തന്നെ സെയിം എനർജിയിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് ഈ പാഠഭാഗത്ത് എന്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ എഴുതും. ഓക്കെ അല്ലേ? യെസ്, ഗുഡ്. അപ്പൊ നോക്ക്, പാനി സേ ഹി ബഹത്തെ ഝർനെ നദിയാ നാലെ ബഹത്തെ താൽ തലയ്യ झील സരോവർ പാനി സേ ഭർ രഹത്തെ എന്നാണ് ചോദ്യം. അപ്പോ ഒരുപോലെ അവസാനിക്കുന്ന സെയിം സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾ വേഗം കണ്ടുപിടിച്ചാടാ. കമന്റ് ബോക്സിൽ വേഗം ഇട്ടോളോ. യെസ്, പോരുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ബഹത്തെ രഹത്തെ, വെരി ഗുഡ്. ബഹത്തെ ഓർ രഹത്തെ, ഓക്കെ, ശരിയാണ് കേട്ടോ. ബഹത്തെ ഓർ രഹത്തെ ശരിയാണ് കേട്ടോ. കറക്റ്റ് ആണ്. ആൻസർ കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വന്നു കഴിഞ്ഞാൽ പേടിക്കരുത്. തുക്കാന്തത് എന്താണ് മിസ്സേ? തുക്കാന്തത് ഇങ്ങനെ ആലോചിച്ചൊന്നിരിക്കണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തുക്കാന്ത് അവസാനിക്കുന്ന ഒരേപോലെ അവസാനിക്കുന്ന റൈമിംഗ് വേർഡ്സ്. അത്രയും ഓർത്താൽ മതി. റൈമിംഗ് വേർഡ്സ് ആണ് തുക്കാന്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചേക്ക്. അത് എന്റെ മക്കൾ മൈൻഡിൽ ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരുപോലെ അവസാനിക്കുന്ന വേഗം കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഉറപ്പായും ചോദ്യമാണ് കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോ ഏകദേശം നോക്ക്, സെറ്റ് അല്ലേ? അപ്പൊ ഇത് കൂടി ഒന്ന് കണ്ടുപിടിച്ചാടാ. പാനി സേ ഹി ഫസലേ ഗുതി ഹർവൻ ഉപവൻ ഫൽത, പാനി സേ ഹി ഇസ് വസുധ പർ സബ്കാ ജീവൻ ചലത. താത്ത വരുന്നത് നോക്കിയേ, വേഗം നോക്കിയേ. ഈസിയാണ് മിസ്, ഇതൊക്കെ ഈസി ആണെന്നല്ലേ പറയുന്നത്. കറക്റ്റ് ആണ്. ഫൽത്ത ചൽത്ത, ഗുഡ്. സെറ്റ് അല്ലേ? യെസ്, ചൽത്ത ഓർ ഫൽത്ത. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോ ഈ ചോദ്യം വന്നു കഴിഞ്ഞാല് ഉറപ്പായിട്ട് എഴുതുന്നുള്ള ഉഷാറായിട്ട് ആറ്റ് കാണിച്ചാടാ. യെസ്, പെർഫെക്റ്റ്. അപ്പോ ഇത് തന്നെയാണ് നമ്മളുടെ ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, നമ്മളുടെ ആക്ടിവിറ്റീസ്. അപ്പോ
നമ്മളെ ക്ലാസ് വരുന്ന എല്ലാവർക്കും അടിപൊളിയായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സെയിം എനർജി ഇട്ട് എന്ത് ചെയ്യുക, എന്റെ മക്കളെ ഈ സെയിം ലെവൽ എനർജി ഇട്ട് തന്നെ ആ ഒരു എഫേർട്ട് ഇട്ട് തന്നെ എന്ത് ചെയ്യുക, ആനുവൽ എക്സാമിന്റെ സമയത്ത് ഓരോന്നും വായിക്കുക, പഠിക്കുക, മീനിങ്സ് പഠിക്കുക, എഴുതി പഠിക്കുക. അങ്ങനെ അടിപൊളിയായി കഴിഞ്ഞാൽ എന്താക്കും, ഏതൊരു സബ്ജക്ട് നമുക്ക് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ അല്ലേ, ഡൺ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ബൈ.